ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ISROയും അതുപോലെ തന്നെ നാസയും കൂടെ ചേർന്ന് വിക്ഷേപിച്ചിട്ടുള്ള പുതിയ സാറ്റലൈറ്റ് ആയ നൈസറിനെ കുറിച്ചാണ്. അപ്പോൾ നൈസർ സാറ്റലൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നിലവിലെ നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതായത് ടെക്നോളജിയിലുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഭൂമിയിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലോ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരം ഒരു പ്രകൃതി ദുരന്തം നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ടെക്നോളജിയോ അല്ലെങ്കിൽ സാറ്റലൈറ്റോ നമ്മുടെ കയ്യിൽ നിലവിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ നമുക്ക് അത്തരം ഒരു പ്രകൃതി ദുരന്തം മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ സാധ്യമാകും? അതായത് ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും, ഒരുപാട് മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ജീവനുകളെ, ഏറ്റവും നമുക്ക് ബേസിക് ആയി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവനുകളെ ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു പ്രകൃതി ദുരന്തത്തെ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഇനി എന്താണ് ഈ നൈസർ എന്ന സാറ്റലൈറ്റ്? നൈസർ എന്ന് പറയുന്നത് നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ് ഈ നൈസറിന്റെ ഫുൾ ഫോം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡിസാസ്റ്ററുകളെ കുറിച്ച് മുൻകൂട്ടി പഠനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലെ പല ഭാഗങ്ങളെയും സെന്റിമീറ്റർ ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പഠിക്കുന്ന ഡാറ്റകൾ 2 ഫ്രീക്വൻസി ബാൻഡുകളായിട്ടായിരിക്കും ഈ സാറ്റലൈറ്റ് നമുക്ക് അയച്ചു തരിക. ഒന്ന് എസ് ബാൻഡ് ആണ്, 2 എൽ ബാൻഡ് ആണ്. സോ ഇനി എന്താണ് ഈ എസ് ബാൻഡ് ആൻഡ് എൽ ബാൻഡ് എന്ന് നോക്കാം. അതായത് ഈ എസ് ബാൻഡ് എന്ന് പറയുന്നത് സാധാരണ റഡാർ സിസ്റ്റം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, വൈഫൈ എന്നീ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചാണ്. എന്നാൽ എൽ ബാൻഡ് എന്ന് പറയുന്നത് മറൈൻ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ GPS, ഏവിയേഷൻ രംഗത്തെ കമ്മ്യൂണിക്കേഷൻ എന്നീ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചാണ്. ഇനി എന്തുകൊണ്ടാണ് ഈ 2 ഫ്രീക്വൻസി ബാൻഡുകൾ ഈ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിന്റെ പ്രധാന കാരണം നാസയുടെയും ISROയുടെയും കൊളാബറേഷൻ ആണ്. ഇതിൽ ISROയുടെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എസ് ബാൻഡ് ഫ്രീക്വൻസി റേഞ്ച് ആണ്. എന്നാൽ നാസയുടെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എൽ ബാൻഡ് ഫ്രീക്വൻസി റേഞ്ചുമാണ്. അപ്പൊ നൈസർ എന്ന ഈ സാറ്റലൈറ്റ് മിഷനിൽ നാസയുടെയും ISROയുടെയും കൊളാബറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ കൊളാബറേഷൻ ആണ് ഈ 2 സ്പേസ് ഏജൻസിക്കും ഈ ഒരു മിഷനിൽ ഉള്ളത് എന്ന് നോക്കാം. നാസയ്ക്ക് ഈ സാറ്റലൈറ്റിലുള്ളത് ഈ സാറ്റലൈറ്റിന്റെ വലിയ ആന്റിനയും അതുപോലെ തന്നെ മറ്റ് പേലോഡുകളുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ISROയ്ക്ക് ഉള്ളത് ഈ സാറ്റലൈറ്റിന്റെ മെയിൻ ബോഡി, അതുപോലെ തന്നെ ഈ സാറ്റലൈറ്റിലുള്ള മറ്റ് ഇൻസ്ട്രുമെന്റുകൾ, ഇവയൊക്കെയാണ് ISROയ്ക്ക് ഉള്ളത്. പിന്നെ ഈ സാറ്റലൈറ്റിനെ അതിന്റെ ഓർബിറ്റിലേക്ക് എത്തിക്കേണ്ട ദൗത്യം നമ്മുടെ ISROയ്ക്കാണ്. ISROയുടെ GSLV Mark II എന്ന റോക്കറ്റിലാണ് ഈ സാറ്റലൈറ്റിനെ ഓർബിറ്റിലേക്ക് എത്തിച്ചത്. ഇനി എങ്ങനെയാണ് നൈസർ സാറ്റലൈറ്റിന്റെ വർക്കിംഗ് എന്ന് നോക്കാം. നൈസർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് പഠനങ്ങൾ നടത്തുന്നത്. അതായത് ഈ സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് മൈക്രോവേവുകളെ അയക്കും, അതായത് മൈക്രോവേവുകളെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ സർഫസിലേക്ക് അയക്കുന്ന മൈക്രോവേവ് തരംഗങ്ങൾ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ തട്ടി തിരിച്ച് സാറ്റലൈറ്റിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന മൈക്രോവേവ് തരംഗങ്ങളെ അതിന്റെ ആന്റിനകൾ പിടിച്ചെടുക്കുകയും പിന്നീട് ആ മൈക്രോവേവുകളെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഈ ഒരു സാറ്റലൈറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സാറ്റലൈറ്റ് മൈക്രോവേവ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് മറ്റു ഒപ്റ്റിക്കൽ സാറ്റലൈറ്റുകളെ പോലെ മേഘങ്ങളോ അതുപോലെ തന്നെ മൂടിയായിട്ടുള്ള ഒരു കാലാവസ്ഥയോ മരങ്ങളോ ഒന്നും ഈ ഒരു സാറ്റലൈറ്റിന്റെ വർക്കിങ്ങിനെ സാരമായി ബാധിക്കില്ല. ഇത്തരം അവസ്ഥകളിൽ പോലും മൈക്രോവേവ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ സാറ്റലൈറ്റിന് കൃത്യമായി തന്നെ ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. കൂടാതെ വളരെ വേഗത്തിൽ ഇത് ഭൂമിയെ ഓർബിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ 6 മുതൽ 12 ദിവസത്തിനിടയിൽ ഒരു പ്രദേശത്തിന് മുകളിലൂടെ ഇത് കടന്നു പോവുകയും ഓരോ തവണ കടന്നു പോകുമ്പോഴും ആ ഒരു പ്രദേശത്തിന്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്യും. എന്നാൽ ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കുന്ന സമയത്ത് അതിന്റെ മുൻപുണ്ടായിരുന്ന ആ പ്രദേശത്തിന്റെ ചിത്രവുമായി ഈ പുതിയ ചിത്രം കമ്പയർ ചെയ്യുകയും അതിലൂടെ ആ പ്രദേശത്തിന് വന്നിട്ടുള്ള ഓരോ സെന്റിമീറ്റർ ലെവലിലുള്ള മാറ്റങ്ങൾ പോലും ഈ ഒരു സാറ്റലൈറ്റിന് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നൈസർ ഓർബിറ്റ് ചെയ്യുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 747 കിലോമീറ്റേഴ്സ് ഉയരത്തിലാണ്.
അതായത് നമ്മുടെ ISS ഓർബിറ്റ് ചെയ്യുന്നതിനേക്കാളും ഉയരത്തിലാണ് നൈസർ ഭൂമിയെ ഓർബിറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇതിന്റെ ഓർബിറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് ഭൂമിയുടെ ഒരു പോളിൽ നിന്നും മറ്റൊരു പോളിലേക്ക് പോകുന്ന രീതിയിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്. അതായത് ഭൂമിയുടെ സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കും നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കും വരുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ രൂപത്തിലാണ് ഇത് ഭൂമിക്ക് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു സാറ്റലൈറ്റിന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് നൈസർ സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിയിൽ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് നോക്കാം. 1. ഭൂകമ്പം, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളാണ്. ഇതിൽ നിന്നും ഒരു പ്രദേശത്ത് ഉണ്ടാകാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തെ മുൻകൂട്ടി അറിയാനും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കാനും സാധിക്കും. 2. ഗ്ലേഷ്യർ ആൻഡ് ഐസ് ഷീറ്റ് മൂവ്മെന്റുകളാണ്. എസ്പെഷ്യലി അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ് പോലുള്ള ഭൂമിയുടെ ധ്രുവപ്രദേശത്തുള്ള ഭാഗങ്ങളായിരിക്കും പ്രധാനമായും നിരീക്ഷിക്കുക. ഇതിൽ നിന്നും എത്ര ഐസ് ഷീറ്റുകൾ ഉരുകുന്നുണ്ടെന്നും അതിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ സമുദ്രം ഉയരുന്നുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കും. 3. ഫോറസ്റ്റ് ബയോമാസ് ആണ്. അതായത് ഒരു പ്രദേശത്ത് എത്രത്തോളം വനം വെട്ടി നശിപ്പിക്കുന്നുണ്ടെന്നും അതുവഴി നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ സൈക്കിൾ എത്രത്തോളം കൂടുന്നുണ്ടെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി 4. അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്സും പാലങ്ങളും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഷിഫ്റ്റിങ്സും എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി 5. അഗ്രികൾച്ചർ ഫാമിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്കടിയിലുള്ള വാട്ടർ സോഴ്സും കൂടാതെ ഭൂമിയിലെ അടിയിലുണ്ടാകുന്ന മിനറൽസുകളുടെ മൂവ്മെന്റുകളും എല്ലാമാണ്. ഇത് മനസ്സിലാക്കുന്നതോടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫാമിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. ഇതിലൊക്കെ ഉപരി ഭൂമിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡൈനാമിക് മാപ്പും ഈ ഒരു സാറ്റലൈറ്റ് ക്രിയേറ്റ് ചെയ്യും. നിലവിൽ ഏതാണ്ട് 5 വർഷക്കാലത്തെ ഡ്യൂറേഷൻ ആണ് നാസയും ISROയും ഈ സാറ്റലൈറ്റിന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 5 വർഷക്കാലം ഈ സാറ്റലൈറ്റ് നടത്തുന്ന പഠനങ്ങളുടെ ഡാറ്റകളെല്ലാം എല്ലാ രാജ്യക്കാർക്കും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നത് വലിയൊരു കാര്യമാണ്. ആക്ച്വലി നൈസർ സാറ്റലൈറ്റിനെ കുറിച്ച് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിലും കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നൈസർ സാറ്റലൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ നൈസർ സാറ്റലൈറ്റ് എന്താണെന്നും അതുപോലെ തന്നെ ഇതിന്റെ ദൗത്യം എന്താണെന്നും ജസ്റ്റ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.